ഹലോ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസത്തെ ഉച്ചയൂണിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചോറ് അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് രണ്ടാളോടും പറഞ്ഞു ഇന്ന് എല്ലാവരും കൂടെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദത്തിയാണെന്ന് ചിക്കൻ ഞാൻ കഴുകി. ചിക്കൻ കഴുകണത് പിന്നെ എനിക്ക് ഓരോരും കഴുകി അത്ര ഓക്കെ ആവില്ല. അപ്പോൾ ആ ചിക്കൻ കഴുകി ഞാൻ തന്നെ അവിടെ സെറ്റാക്കി കൊടുത്തു. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞതും എല്ലാം തത്തയാണ് കേട്ടോ. ഒക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എപ്പോഴാണെങ്കിലും ഇവരൊക്കെ നമ്മളില്ലാതെ വരുന്നൊരു സമയത്തൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനും കുറച്ചെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ. അപ്പോൾ അവൾ എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇന്ന് ചിക്കൻ കറി ഫുള്ള് ഏകദേശം അവളൊരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, പിന്നെ പപ്പടം കാച്ചിയാണ്. വേറെ കറിയായിട്ടൊന്നുമില്ല. ഇത് കുറഞ്ഞൊരു ഗ്രേവിയിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് അധികം ഇഷ്ടം അങ്ങനെ ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ കുറച്ചെടുത്ത് അവർക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ ഞാൻ അപ്പുറത്ത് പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചൺ മോൾക്ക് ഞാൻ ഒരു പണി കൊടുത്തിരുന്നു. കുളി കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണം, അവിടേക്കൊന്ന് കഴുകണം കേട്ടോ. അതായത് മീൻസ് അവിടേക്ക് നിലവിളക്ക് തുടയ്ക്കാനും വൃത്തിയാക്കാനും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊടി എപ്പോഴും ഉണ്ടാവും കേട്ടോ. എവിടുന്നാണ് ഈ പൊടി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ജനലും വാലൊക്കെ എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന സംഭവമാണ്. അകത്തൊക്കെ അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് തുറന്നിടും, പുറത്തേക്കും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊടികളൊക്കെ. എന്നാലും എപ്പോഴും എന്തിൽ തൊട്ടാലും പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കുളി കഴിഞ്ഞിട്ട് വിളക്കത്തിക്കണം അവിടേക്കൊന്ന് വൃത്തിയാക്കി വെച്ചട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ ഒരു പണിയിലാണ് കേട്ടോ, അവിടെയാണ്. പിന്നെ നമ്മളൊരു ക്ലോത്തിങ്ങിൻ്റെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ക്ലോത്തിങ്ങിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളതൊന്നും അറിയില്ല. തുടക്കമാണ്, വലിയൊരു എമൗണ്ടിനുള്ളതൊന്നല്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ താല്പര്യമുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DM ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോങ്ങിന്നൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ബൾക്കായിട്ടുള്ള ഓർഡറൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ഓർഡേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ മക്കൾക്ക് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തത്തമോള് കുളിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ മെഷീനിൽ കുറച്ച് തുണികൾ അലക്കാൻ വേണ്ടി രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തോരടാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. പുറത്തൊരു ചെറുതായിട്ടൊരു മഴയൊക്കെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുമോളെ പണി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾ കുളി കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഭാഗത്തേക്ക് വൃത്തിയാക്കാനായിട്ട് വന്നത് കേട്ടോ. വിളക്കത്തിക്കണം അവിടെ വൃത്തിയാക്കുകയാണ്. പിന്നെന്താ, നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് റൈസ് കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഫുഡാവുമല്ലോ, ചോറാവും. പിന്നെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും സാലഡോ അച്ചാറൊക്കെ ഉണ്ടെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റ് ആണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ പാത്രം കഴുകലും ക്ലീനിങ്ങും ഇവിടെയൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും ചോറും ചിക്കൻ ഫ്രൈ ചെയ്തതും. എനിക്ക് ഇങ്ങനെ ചിക്കൻ കറി ഇത്ര ഗ്രേവി വേണം, അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ പീസിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ഗ്രേവി എടുക്കാമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ അത്രയും കറി വയ്ക്കുക. മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഒന്നും. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ മെഷീനിൽ തുണിയാണ് ഇട്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം മഴ ഇല്ല കേട്ടോ, മഴ നിന്നിട്ടുണ്ട്. രാവിലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മുകളിൽ കൊണ്ടുപോയി ഞാൻ തോരടണം. അവിടെ കുറച്ച് തുണികളുണ്ട് ഇട്ടത് എടുക്കാൻ, അതെടുത്തിട്ട് വേണം ഇതങ്ങോട്ട് ഇടാൻ കേട്ടോ. പിന്നെ വേറെന്താ വിശേഷം ചോദിച്ചാൽ നല്ല വിശേഷമാണ്. കൂട്ടുകാർ കുറേ പേര് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ നമ്മുടെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട് കേട്ടോ. ഇതാ കിച്ചുമോള് അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയും വിശക്കണവർ അങ്ങനെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയലാണ്. ഇപ്പോൾ ആ മഴ വീണ്ടും പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നിച്ച് കാത്തു നിൽക്കണ്ടെന്ന് പറയും. ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ പണിയിലാകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട, വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഇനി ഇത് ഇവിടെയുള്ള തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് താഴെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് പിന്നെ മറ്റേതും കൂടെ വിരിച്ചിട്ടിട്ട് വേണം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ. അപ്പോൾ ഈ എന്താ പറയുക അങ്ങനെ. പിന്നെ എന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളാകുമ്പോൾ എപ്പോഴും അത് ഇടുകയാണെന്ന് പറഞ്ഞാലും ബോറാണ്. ഡെയിലി അത് എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിനെ എപ്പോഴും കാണിച്ചാൽ ഭയങ്കര ബോറായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ഇപ്പോൾ വല്ലാതെ എടുക്കാത്തത് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം തോരടാനൊക്കെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതുകൊണ്ട് അകത്തൊന്നും തുണികൾ വിരിച്ചിടേണ്ട ഒരവസ്ഥ വരുന്നില്ല.
മുകളിൽ തന്നെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ആ ക്ലിപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പറന്നു പോകും. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. അത് മഴ സമയത്തല്ല, അല്ലാത്ത സമയത്ത് നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുണികൾ മുകളിൽ നിന്നുള്ള ഉണങ്ങിയതൊക്കെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയലേ, ഞാനിപ്പോൾ ഈ മഴേനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നമാണ് തുണികൾ ഉണങ്ങി കിട്ടണില്ല എന്ന പ്രശ്നം. അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെയൊക്കെ ക്ലോത്തുകൾ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളെ അതായത് ഈ റയോൺ ക്ലോത്തുകൾ പെട്ടെന്ന് ഉണങ്ങാൻ എളുപ്പമാണ് കേട്ടോ. റയോണിൻ്റെ മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഈ റണ്ണിങ് മെറ്റീരിയൽ. വെറും റയോണാണ്, കോട്ടൻ്റെ ഒന്നുമില്ല. പിന്നെ 1-2 കുർത്തീസ് ഞാനിങ്ങനെ റെഡിമെയ്ഡും അതുപോലെ തന്നെ ബിറ്റായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ പോയ സമയത്ത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. അത് എത്രത്തോളം പോകുന്നുള്ളൂന്ന് അറിയില്ല. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തത്തമോൾ പറഞ്ഞു നമ്മ ഷോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അതും അറിയില്ല, കാരണം നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ ഷോർട്ട്സൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും. പിന്നെ ഷോപ്പിലൊക്കെ പോയി ഒരുപാട് അതിൻ്റെ കളക്ഷൻസ് കാണും, പർച്ചേസ് ചെയ്യും. അപ്പോൾ അതും നമ്മുടെ കയ്യിൽ വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഏത് സാധനങ്ങളും നമുക്ക് മീഷോയിലാണെങ്കിലും ഇന്നിപ്പോൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്ലോത്തിൻ്റെ ഇതിലും മാറ്റം കാണും, വിലയിലും ആയിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകും. മാക്സിമം ഞാനിപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതെനിക്ക് നഷ്ടമാവും. എന്നാലും നമ്മൾ ആദ്യം തുടക്കമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതിൽ എന്താ പറയുക കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം കുറച്ചിട്ടാണ് ഇത് കൊടുക്കണത്. അപ്പോൾ നമ്മുടെ തോരടലൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്ന ക്ലോത്തിന് തന്നെ, അതായത് കടയിൽ നല്ല വിലയുണ്ട്. എത്രയാണല്ലോ ഞാൻ പറയണില്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, നിനക്ക് എങ്ങനെ ഇത് മുതലാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു വില നമ്മൾ ഇട്ട് പോവുകയും ചെയ്തു. പിന്നെ ആ ഒരു റേറ്റ് തന്നെയാണ് കൊടുക്കണത്, ഞാൻ കൂട്ടണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് പുതിയ വിശേഷങ്ങളെന്ന് പറയാൻ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ക്ലോത്തിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ DM ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.